ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് 4ാം ക്ലാസ്സിൻ്റെ മലയാളം വിഷയത്തിൽ വരുന്ന 5ാമത്തെ യൂണിറ്റിലത്തെ പാഠമാണ്. കുഞ്ഞുണ്ണിയുടെ മീൻ കുഞ്ഞുങ്ങൾ എന്നാണ് നമ്മളുടെ കഥയുടെ പേര് വരുന്നത്. സോ നമുക്കിവിടെ കഥ വായിക്കാം. കഥയുടെ മുൻപേ ആയിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്. മറ്റുള്ളവരുടെ വിഷമങ്ങൾ സ്വന്തം വേദനയാവുമ്പോഴാണ് നാം മെച്ചപ്പെട്ട മനുഷ്യരാവുന്നത്. ശരിയാണല്ലേ? ഇവിടെ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ ഒരു വരിയെക്കുറിച്ചുള്ള ഇവിടെ പറഞ്ഞ കാര്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നമുക്ക് മറ്റുള്ളവരുടെ വിഷമങ്ങളിൽ നാം പങ്കുചേരുമ്പോൾ അവരുടെ വിഷമങ്ങൾ, ദുഃഖങ്ങൾ, വേദന, ബുദ്ധിമുട്ട് എല്ലാം നമ്മൾ കണ്ട് നമ്മളും അതിൽ പങ്കുചേരുമ്പോൾ, അവരുടെ വിഷമത്തിൽ നാം പങ്കുചേരുമ്പോൾ, അവർക്ക് നാം ഒരു ആശ്വാസമായി തീരുമ്പോഴൊക്കെയാണ് നാം നല്ല മനുഷ്യരാവുന്നത്. നമ്മൾ നല്ല സ്വഭാവമുള്ള, നല്ല വ്യക്തിത്വമുള്ള ആൾക്കാരാവുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കൊച്ചു കഥ വായിച്ചാലോ? ഇവിടെ കുഞ്ഞുണ്ണിയുടെ മീൻ കുഞ്ഞുങ്ങൾ എന്നാണ് നമ്മുടെ കഥയുടെ തലക്കെട്ട്. ഇവിടെ താഴെ നിങ്ങൾക്കൊരു ചിത്രം തന്നിട്ടുണ്ട്. 2 കുട്ടികൾ ഒരു ചാലിൽ നിന്ന് തോർത്തുമുണ്ട് ഉപയോഗിച്ചിട്ട് മീൻ പിടിക്കുന്നത് കാണാം. അവരുടെ തോർത്തിൽ മീൻ കുഞ്ഞുങ്ങളും കുടുങ്ങിയിട്ടുണ്ട്. സോ നമുക്ക് ഈ ഒരു കഥ എന്താണെന്ന് നമുക്ക് തുടർന്ന് വായിക്കാം. മഴ തോർന്ന നേരം കുഞ്ഞുണ്ണിയും അനസും വയൽ മുറിച്ചു പോകുന്ന ചാലിനടുത്തെത്തി. മഴവെള്ളത്തോടൊപ്പം പരൽ മീനുകൾ ഒഴുകുന്ന ചാല് അതവസാനിക്കുന്നത് വലിയൊരു കുളത്തിലാണ്. നിറയെ മീനുകളുണ്ടെങ്കിൽ കുഞ്ഞുണ്ണി വീട്ടുമുറ്റത്തേക്ക് എത്തി നോക്കി. ഭാഗ്യം, മുറ്റത്താരുമില്ല. അവൻ കുപ്പായത്തിനുള്ളിൽ ഒളിപ്പിച്ച തോർത്തുമുണ്ട് പുറത്തെടുത്തു. അനസ് വലിയൊരു പ്ലാസ്റ്റിക് കുപ്പി കൊണ്ടുവന്നിട്ടുണ്ട്. അവർ ചാലിലിറങ്ങി. തലയിൽ വെള്ളപ്പൊട്ടുള്ള കണ്ണിച്ചാനും വെള്ളിക്കഷ്ണങ്ങൾ പോലുള്ള പുല്ലൻ കുഞ്ഞുങ്ങളും തലങ്ങും വിലങ്ങും കൂട്ടത്തോടെ പായുന്നു. അവർ തോർത്തുമുണ്ടിൻ്റെ 2 അറ്റവും പിടിച്ചു. മീൻ കുഞ്ഞുങ്ങളെ കോരിയെടുത്തു. ഒട്ടുമിക്കതും വെള്ളത്തിലേക്കു തന്നെ തുള്ളി. 5-6 എണ്ണം അവരുടെ പിടിയിലായി. അനസ് കുപ്പിയിൽ പകുതിയോളം വെള്ളമെടുത്തു. കുഞ്ഞുണ്ണി മീനുകളെ ഓരോന്നായി കുപ്പിയിലേക്കിട്ടു. തോർത്തുമുണ്ട് പിഴിഞ്ഞ് അരയിൽ കെട്ടി. വാ പോകാം, കുഞ്ഞുണ്ണി ധൃതി വെച്ചു. അച്ഛൻ കണ്ടാൽ 2 പൊട്ടിക്കുമെന്ന് അവന് ഉറപ്പുണ്ട്. ബാപ്പയുടെ നീട്ടിയുള്ള വിളി കേട്ട് കുപ്പി കുഞ്ഞുണ്ണിയെ ഏൽപ്പിച്ച് അനസ് വയൽ വരമ്പിലൂടെ 80-ൽ വിട്ടു. അമ്മ കണ്ടാൽ അച്ഛനറിയുമല്ലോ. എന്താ ഒരു വഴി? കുഞ്ഞുണ്ണി ആലോചിച്ചു. പിന്നെ സാവധാനം ചായ്പയിലേക്ക് നടന്നു. അവിടെ ഒരു മൂലയിൽ കുപ്പി വെച്ചു. വൈകിട്ട് ഉപ്പുമാവ് കഴിക്കുമ്പോഴാണ് അവൻ ഓർത്തത്, അയ്യോ, മീൻ കുഞ്ഞുങ്ങൾ തിന്നാനൊന്നും കൊടുത്തില്ലല്ലോ. കുഞ്ഞുണ്ണി തായ്തടത്തിൽ കമ്പുകൊണ്ട് കിളയ്ക്കാൻ തുടങ്ങി. അവൻ്റെ പ്രതീക്ഷ തെറ്റിയില്ല. ഒരു മണ്ണിരയെ വലിച്ചെടുത്ത് കഷ്ണങ്ങളാക്കി ചായ്പിലേക്കോടി. തിരിച്ചിറങ്ങുമ്പോൾ മുറ്റത്തതാ അച്ഛൻ. എന്താടാ ഒരു കള്ളത്രാണം? ഇതുവരെയുള്ള കഥ നിങ്ങൾക്ക് കുട്ടികളെ മനസ്സിലായല്ലോ. ഇവിടെ കുഞ്ഞുണ്ണിയോടും അവൻ്റെ കൂട്ടുകാരന് അനസും ഒരു ചാലിൽ മീൻ പിടിക്കാൻ പോയി. മീൻ പിടിക്കാൻ പോയ സമയത്ത് അവർ തോർത്തുമുണ്ട് ഉപയോഗിച്ച് മീൻ പിടിച്ചു. അങ്ങനെ അവരുടെ മുണ്ടിൽ ഒരു 5-6 മീൻ കുടുങ്ങി. അങ്ങനെ അവർ അതിൽ നിന്ന് ഓരോന്നെടുത്ത് കുപ്പിയിലേക്കിട്ടു. അപ്പോഴാണ് അനസ് ബാപ്പയുടെ വിളി കേൾക്കുന്നത്. അവന് കുപ്പി കുഞ്ഞുണ്ണിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് അവൻ പോയി. അങ്ങനെ ആരും കാണാതെ, അച്ഛൻ അറിഞ്ഞാൽ വഴക്ക് കേൾക്കും, അതുകൊണ്ട് തന്നെ ആരും കാണാതെ കുഞ്ഞുണ്ണി ചായ്പിലേക്ക് കുപ്പി വെച്ചു. അങ്ങനെ വൈകുന്നേരം അവൻ ഉപ്പുമാവ് കഴിക്കുമ്പോഴാണ് ഓർമ്മ വന്നത് മീൻ കുഞ്ഞുങ്ങളുടെ കാര്യം. അവർക്ക് കഴിക്കാനൊന്നും കൊടുത്തിട്ടില്ലല്ലോ. കഴിക്കാൻ കൊടുത്തില്ലെങ്കിൽ അവ ചത്തുപോകുമല്ലോ. അങ്ങനെ അവനൊരു കമ്പെടുത്ത് തായ്തടത്തിൽ പോയി കുഴിച്ചിട്ട് ഒരു മണ്ണിരയെ കിട്ടി. അങ്ങനെ അവന് ആ മണ്ണിരയെ മീൻ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി കൊടുത്തു. അങ്ങനെ ആ സമയത്ത് അവൻ ചായ്പിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് അവൻ്റെ അച്ഛനെ കാണുന്നത്. അച്ഛൻ ചോദിക്കുകയാണ്, എന്താടാ നിനക്കൊരു കള്ളത്തരം എന്ന്. ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിങ്ങൾക്കിവിടെ ചിത്രത്തിൽ കാണാം കുപ്പിയിൽ മീൻ കുഞ്ഞുങ്ങളെ കാണാം അല്ലേ? കുപ്പിയിൽ വെള്ളം നിറച്ചിട്ടുണ്ട്, അതിൽ മീൻ കുഞ്ഞുങ്ങളെ ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ബാക്കി ഭാഗം എന്താണെന്ന് വായിക്കാം. വേഗം കുളിച്ചു വാ. അച്ഛൻ്റെ സ്വഭാവം ഇതാണ്. വികൃതി കാണിച്ചാൽ അന്നേരം പിടിച്ചു പൊട്ടിക്കില്ല. രാത്രി കിടക്കാൻ നേരത്താണ് കലാപരിപാടി.
ഇന്നത്തെ രാത്രി കുശാലായി. കുഞ്ഞുണ്ണി അറിയാതെ ചന്തി തടവി. രാത്രി ഭക്ഷണം കഴിച്ച് അച്ഛൻ കുഞ്ഞുണ്ണിയെ വിളിച്ചു. അവൻ പേടിയോടെ അച്ഛൻ്റെ അടുത്തേക്ക് വന്നു. അച്ഛൻ കിടക്കുകയാണ്. വാ, നീ ഇവിടെ കിടക്ക്, ഞാനൊരു കഥ പറയാം. കുഞ്ഞുണ്ണി ആശ്ചര്യപ്പെട്ടു. ഇല്ല, അച്ഛനൊന്നും അറിഞ്ഞിട്ടില്ല. അച്ഛൻ കഥ പറയാൻ തുടങ്ങി. കുമ്മാട്ടി എന്ന സിനിമയുടെ കഥയാണ്. ആരംഭത്തീരമ്പത്തൂരമ്പത്ത് എന്ന പാട്ടുപാടി കുമ്മാട്ടിയായ അപ്പൂപ്പൻ വരികയാണ് ചിണ്ടൻ എന്ന കുട്ടിയുടെ ഗ്രാമത്തിലേക്ക്. ചിണ്ടനും കൂട്ടുകാരും കുമ്മാട്ടിയുമായി ചെങ്ങാത്തത്തിലായി. മൃഗങ്ങളുടെയും പക്ഷികളുടെയും മുഖമൂടി അണിഞ്ഞ് പാട്ടും പാടി ആട്ടമാടുന്ന കുട്ടികളെ കുമ്മാട്ടി മൃഗങ്ങളും പക്ഷികളുമാക്കി മാറ്റി. അവർ സന്തോഷത്തോടെ തുള്ളിയും പറന്നും കളിച്ചു കൊണ്ടിരുന്നു. ചിണ്ടൻ ഒരു നായയായി. പെട്ടെന്ന് അവർക്കിടയിലേക്ക് ഒരു നായ വന്നു. അത് നായയായ ചിണ്ടനെ കണ്ടു. അത് ചിണ്ടനു നേർക്ക് നാക്കുനീട്ടി പല്ലുകാട്ടി മുരണ്ടുകൊണ്ട് അടുത്തു. അവൻ ഓടി. നായ പിന്നാലെ ഓടി. അത് ചിണ്ടനെ ദൂരേക്ക് ഓടിച്ചു. ഇതൊന്നും കുമ്മാട്ടിയോ കൂട്ടുകാരോ അറിഞ്ഞില്ല. അയ്യോ, എന്നിട്ട് കുഞ്ഞുണ്ണി ജിജ്ഞാസുവായി എന്നറിയാൻ പറഞ്ഞാൽ ഇനി അറിയാത്ത ബാക്കി എന്താണ് സംഭവിച്ചത് എന്നറിയാനുള്ളൊരു ആകാംക്ഷയ്ക്കാണ് പറയുന്നത്. സോ നമുക്ക് അറിയണം ചിണ്ടൻ എന്താണ് ഇനി സംഭവിച്ചിട്ടുണ്ടാവുക. നായ പിറകെ ഓടിയിട്ടുണ്ടില്ലേ, മറ്റാരും അത് കണ്ടിട്ടുമില്ല. സോ അതെന്താണ് ഇനി അവന് സംഭവിച്ചിട്ടുണ്ടാവുക എന്നറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ആകാംക്ഷ, അതിനാണ് ജിജ്ഞാസുവായി എന്ന് പറഞ്ഞത്. നിങ്ങൾക്കിവിടെ ചിത്രത്തിൽ പല പക്ഷികളുടെയും മൃഗങ്ങളുടെയും മുഖമൂടി അണിഞ്ഞ് കുട്ടികൾ നൃത്തം ചെയ്യുന്നത് കാണാം അല്ലേ? നമുക്ക് തുടർന്ന് വായിക്കാം. കുമ്മാട്ടി കുട്ടികൾക്ക് മനുഷ്യരൂപം തിരിച്ചു നൽകി. മുഖമൂടികൾ വാങ്ങി. പാട്ടും പാടി മറ്റൊരു നാട്ടിലേക്ക് യാത്രയായി. കുട്ടികൾ സന്തോഷത്തോടെ വീടുകളിലേക്ക് തിരിച്ചു. എന്നാൽ ചിണ്ടനോ? പാവം ചിണ്ടൻ, അവന് രൂപം തിരിച്ചു കിട്ടിയില്ലല്ലോ. കുഞ്ഞുണ്ണിക്ക് വ്യസനമായി. അതെ, നായയായ ചിണ്ടൻ ഒരു നഗരത്തിലെത്തി. അവിടെ ഒരു വീട്ടുകാർ അവനെ ഒരു കൂട്ടിലിട്ടു. കുമ്മാട്ടി എല്ലാ കുട്ടികൾക്കും അവരുടെ മനുഷ്യരൂപം തിരിച്ചു നൽകിയില്ലേ? പക്ഷെങ്കിൽ ചിണ്ടന് നൽകാൻ കഴിഞ്ഞോ? ഇല്ല. ഒരു നായ ചിണ്ടനെ ഓടിച്ചത് കൊണ്ട് ചിണ്ടന് ദൂരേക്ക് അങ്ങ് പോവേണ്ടി വന്നു. അതുകൊണ്ട് കുമ്മാട്ടി ഈ വിവരം അറിഞ്ഞതുമില്ല. അതുകൊണ്ട് തന്നെ ചിണ്ടൻ്റെ മനുഷ്യരൂപം കുമ്മാട്ടിക്ക് തിരിച്ചു നൽകാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ചിണ്ടന് ഒരു നായയുടെ രൂപത്തിലാണ്. അവൻ വേറൊരു ഗ്രാമത്തിലെത്തി. ഒരു വീട്ടുകാർ അവനെ കൂട്ടിലിട്ടു. ദിവസങ്ങൾ കഴിഞ്ഞു. ചിണ്ടന് തീരെ വയ്യാണ്ടായി. അവർ അവനെ വിട്ടയച്ചു. ചിണ്ടൻ തൻ്റെ നാട്ടിലേക്ക് ഓടി. വീട്ടിലെത്തി. വീട്ടിലെ തത്ത അവനെ തിരിച്ചറിഞ്ഞു. അമ്മയും അനുജത്തിയും തിരിച്ചറിഞ്ഞു. അമ്മ അവനെ കോരിയെടുത്ത് ഉമ്മ കൊടുത്തു. പാത്രത്തിൽ കഞ്ഞി കൊടുത്തു. ചിണ്ടൻ നക്കി നക്കി കുടിച്ചു. അച്ഛാ, ചിണ്ടന് മനുഷ്യരൂപം കിട്ടാൻ എന്താ വഴി? കുഞ്ഞുണ്ണി സങ്കടത്തോടെ ആരാഞ്ഞു. ഒരു വഴിയേ ഉള്ളൂ, ആ കുമ്മാട്ടി വരണം. അച്ഛൻ കഥ തുടർന്നു. ഋതുക്കൾ മാറി വന്നു. ചിണ്ടന് പുറത്തു പോകാൻ പറ്റാതെയായി. കൂട്ടുകാരൊന്നിച്ച് കളിക്കാനോ സ്കൂളിൽ പോകാനോ കഴിയില്ലല്ലോ. ഒരു ദിവസം ചിണ്ടൻ വീട്ടുമുറ്റത്ത് കിടക്കുമ്പോൾ ദൂരെ നിന്ന് ആ പാട്ട് കേട്ടു. ആരംഭത്തീരമ്പത്തൂരമ്പത്ത്. അവൻ ചാടി എഴുന്നേറ്റ് ശരവേഗത്തിലോടി. അതെ, അത് നമ്മുടെ കുമ്മാട്ടിയായിരുന്നു. ചിണ്ടൻ കുമ്മാട്ടിയുടെ കാൽക്കൽ വീണു. മോനെ ചിണ്ട, കുമ്മാട്ടി അവനെ തിരിച്ചറിഞ്ഞു. അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു. ഉടനെ ചിണ്ടന് മനുഷ്യരൂപം കിട്ടി. ഹായ്, കുഞ്ഞുണ്ണി കൈയടിച്ചു. ചിണ്ടൻ വീട്ടിലേക്ക് ഓടി. വീട്ടിലെത്തിയ ചിണ്ടൻ ആദ്യം ചെയ്തത് എന്താണെന്നറിയാമോ? ചിണ്ടൻ കൂട് തുറന്ന് തൻ്റെ തത്തയെ കയ്യിലെടുത്ത് മുറ്റത്തേക്കിറങ്ങി. അതിനെ ആകാശത്തേക്ക് പറത്തിവിട്ടു. അത് പറന്നു പറന്ന് ആകാശത്തുള്ള പറവക്കൂട്ടത്തിലൊന്നായി ചേരുന്നത് ചിണ്ടൻ നോക്കി നിന്നു. എന്തുകൊണ്ടാണ് ചിണ്ടൻ തൻ്റെ തത്തയെ വിട്ടയച്ചത്? കഥ അവസാനിപ്പിച്ച് അച്ഛൻ കുഞ്ഞുണ്ണിയോട് ചോദിച്ചു. കൂട്ടിലിട്ട തത്തയുടെ അവസ്ഥ നായായിരുന്നപ്പോൾ ചിണ്ടന് മനസ്സിലായി. അതുകൊണ്ടല്ലേ? അതേ മോനെ, സ്വാതന്ത്ര്യത്തിൻ്റെ വില എത്ര വലുതാണെന്നോ. ചിണ്ടന് നായായപ്പോൾ കൂട്ടിൽ അങ്ങനെ അടിച്ചിരുന്നപ്പോഴുള്ള അവസ്ഥ മനസ്സിലായില്ലേ? അപ്പോൾ അവന് രൂപം കിട്ടിയപ്പോൾ അവൻ ആദ്യം ചെയ്തത് അവൻ്റെ കൂട്ടിലിട്ട് അടിച്ചിരിക്കുന്ന തത്തയെ പുറത്തേക്ക് സ്വതന്ത്രമായി വിടുകയാണ് ചെയ്തത്. നേരമേറെയായിട്ടും കുഞ്ഞുണ്ണിക്ക് ഉറക്കം വന്നില്ല. കൂട്ടിലിട്ട ചിണ്ടൻ്റെ രൂപം മനസ്സിൽ നിന്ന് പോകുന്നേയില്ല. പെട്ടെന്ന് ആ കൂട്
ഒരു കുപ്പിയാകുന്നതും ചിണ്ടൻ മീൻ കുഞ്ഞുങ്ങളായി മാറുന്നതും ഞെട്ടലോടെ അവൻ കണ്ടു. അവൻ ചാടി എണീറ്റു, വിയർത്തു. തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് അവൻ നേരം വെളുപ്പിച്ചു. പതിവിലും നേരത്തെ എണീറ്റ് അവൻ ചായ്പിലേക്ക് പോയി. കുപ്പിയെടുത്ത് ചാലിലേക്കോടി. തെളിഞ്ഞ ചാലിലേക്ക് അവൻ മീൻ കുഞ്ഞുങ്ങളെ ഒഴുക്കി വിട്ടു. അവ മീൻപറ്റത്തിലേക്ക് തുഴഞ്ഞു നീങ്ങുന്നത് കുഞ്ഞുണ്ണി നോക്കി നിന്നു. അവൻ്റെ മുഖം പ്രസന്നമായി. അപ്പോൾ ഒരു ചാറ്റൽ മഴ അവനെ തഴുകി. അവനും അവൻ്റെ കൂട്ടുകാരൻ അനസും പിടിച്ചെടുത്ത് കുപ്പിയിലാക്കി അടച്ചു വെച്ച മീൻ കുഞ്ഞുങ്ങളെ പിറ്റേന്ന് രാവിലെ അവന് തിരിച്ച് ചാലിലേക്ക് തന്നെ തുറന്നു വിട്ടു. അവനും മീൻ കുഞ്ഞുങ്ങളെ സ്വതന്ത്രമാക്കി വിട്ടുല്ലേ. ചിണ്ടൻ അവൻ്റെ പക്ഷിയെ, തത്തയെ സ്വതന്ത്രമാക്കി ആകാശത്തേക്ക് പറത്തി വിട്ടതുപോലെ ഇവിടെ കുഞ്ഞുണ്ണി തൻ്റെ മീൻ കുഞ്ഞുങ്ങളെ ചാലിലേക്കിട്ട് സ്വതന്ത്രമാക്കി. ഇത്രയുമാണ് മക്കളെ ഈ ഒരു കഥ വരുന്നത്. കുഞ്ഞുണ്ണിയുടെ മീൻ കുഞ്ഞുങ്ങൾ എന്ന കഥ ആരാണ് എഴുതിയത്? സുരേന്ദ്രൻ കാടങ്കോടാണ് എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടമായാൽ നിങ്ങൾ ഇവിടെ കമൻറ്റ് ബോക്സിൽ ഒരു റെഡ് ഹാർട്ട് കമൻ്റ് ആയിട്ടിടണേ. ഇനി നമുക്ക് ഈ ഒരു പാഠഭാഗത്തിലെ ചോദ്യങ്ങൾ വായിച്ചാലോ? കഥയിലെ ഏറ്റവും പ്രധാനമെന്ന് നിങ്ങൾക്ക് തോന്നിയ ഭാഗം ഏതാണ്? എന്തുകൊണ്ട്? ഈ കഥയിലെ പ്രധാന സന്ദേശം എന്ന് പറയുന്നത് തന്നെ മൃഗങ്ങളെയും പക്ഷികളെയും മറ്റു ജീവജാലങ്ങളെ മനുഷ്യരെ പോലെ സ്നേഹിക്കുക, അവരോടും കരുണയും സ്നേഹവും ഒക്കെ കാണിച്ച് അവരെയും സ്വതന്ത്രരാക്കി ജീവിക്കാൻ അനുവദിക്കുക എന്നതാണല്ലോ. സോ നമുക്ക് ഇവിടെ ഈ ഒരു കഥയിലെ പ്രധാന ഭാഗം തന്നെ കുഞ്ഞുണ്ണി കുപ്പിയിലെ മീൻ കുഞ്ഞുങ്ങളെ ചാലിലേക്ക് ഒഴുക്കി വിട്ട ഭാഗം പറയാമല്ലേ. കാരണം അവിടെ അവൻ്റെ തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കിയിട്ട് മീൻ കുഞ്ഞുങ്ങളെ സ്വതന്ത്രമാക്കി ജീവിക്കാൻ അനുവദിക്കുകയാണ്. സോ നമുക്കിവിടെ ഉത്തരം എഴുതാം. എനിക്ക് കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് തോന്നിയത് കുഞ്ഞുണ്ണി തൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞ് കുപ്പിയിലാക്കി അടിച്ചിട്ടിരിക്കുന്ന മീൻ കുഞ്ഞുങ്ങളെ സ്വതന്ത്രരാക്കുന്ന ഭാഗമാണ്. കാരണം കൂടി വ്യക്തമാക്കാൻ പറയുന്നുണ്ട്. സോ നമുക്ക് എഴുതാം. ആ ഭാഗത്തിലാണ് കഥയുടെ പ്രധാന സന്ദേശം വ്യക്തമായി പുറത്തു വരുന്നത്. ജീവികളെ വിനോദത്തിനോ കൗതുകത്തിനോ വേണ്ടി പിടിച്ചിടരുതെന്നും കരുണയും ഉത്തരവാദിത്വ ബോധവും കുട്ടി മനസ്സിലാക്കുന്നു. അവൻ ചെയ്ത തെറ്റിനെ തിരിച്ചറിഞ്ഞ് അത് തിരുത്താൻ ശ്രമിക്കുന്ന മനസ്സുമാറ്റം കാണിക്കുന്നു. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം സ്നേഹവും സഹവർത്തിത്വവുമാകണം എന്ന ബോധം ആ ഭാഗം നൽകുന്നു. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. സ്നേഹവും സ്വാതന്ത്ര്യവും നിഷേധിക്കപ്പെട്ട മനുഷ്യരും ജീവികളും അനുഭവിക്കുന്ന വിഷമങ്ങളോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? നമ്മുടെ ഈ ലോകത്ത് സ്വാതന്ത്ര്യവും സ്നേഹമൊക്കെ നിഷേധിക്കപ്പെട്ട ഒരുപാട് ജീവജാലങ്ങളുമുണ്ട്, മനുഷ്യരുമുണ്ട് അല്ലേ? അവരോടൊക്കെയുള്ള നിങ്ങളുടെ പ്രതികരണം, നിങ്ങൾ അവർക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുക എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എഴുതാം. സ്നേഹവും സ്വാതന്ത്ര്യവും നിഷേധിക്കപ്പെട്ടവരെ കണ്ടാൽ നമുക്ക് ദുഃഖം തോന്നണം. അവരെ സംരക്ഷിക്കാനും ആശ്വസിപ്പിക്കാനും ശ്രമിക്കണം. ദുരിതത്തിലായ മനുഷ്യർക്കും ജീവികൾക്കും വേണ്ടി നല്ല വാക്കുകൾ പറയുകയും നല്ല പ്രവൃത്തികൾ ചെയ്യുകയും വേണം. ചെറിയ സഹായം പോലും വലിയ സന്തോഷം നൽകുമെന്ന് മനസ്സിലാക്കണം. സ്നേഹവും കരുണയും പങ്കുവെക്കുമ്പോഴാണ് നാം നല്ല മനുഷ്യരാകുന്നത്. സ്നേഹവും സ്വാതന്ത്ര്യവും ഓരോ ജീവിയുടെയും അവകാശമാണ്. അത് നിഷേധിക്കപ്പെടുമ്പോൾ മൗനം പാലിക്കാതെ മനുഷ്യനായി പ്രതികരിക്കുകയാണ് ശരിയായ വഴി. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് കുഞ്ഞുണ്ണിയുടെ മീൻ കുഞ്ഞുങ്ങൾ എന്ന പാഠഭാഗത്ത് നിന്നും ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻ്റായിട്ട് പറയണേ. സോ നെക്സ്റ്റ് പാഠഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. നമ്മുടെ ഈ ഒരു യൂണിറ്റിലെ കഴിഞ്ഞ മുഴുവൻ പാഠഭാഗങ്ങളും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണ്ടവർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. പിന്നെ പ്ലേലിസ്റ്റിൽ പോയിട്ട് ക്ലാസ് 4 മലയാളം നോക്കിയാലും കാണാവുന്നതാണ്. So that's all. Thank you friends.